ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ് മനുഷ്യനെ അല്ലാഹു പടച്ചതെങ്കിൽ ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് താമസിക്കാൻ വേണ്ടി പടച്ചതമ്പുരാന് നൽകിയ ഭവനമുണ്ടല്ലോ, ആ ഭവനത്തെ പറ്റി അല്ലാഹു സൂറത്ത് യൂസുഫിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു വരുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം എവിടെയായിരുന്നു? സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ സഹോദരങ്ങളുടെ അസൂയയാ അല്ലാഹു സൗന്ദര്യം കൂടുതൽ കൊടുത്തു എന്ന് മാത്രമല്ല, ഓമനത്വം തുളുമ്പുന്ന യൂസുഫ് നബിയോട് വല്ലാത്ത സ്നേഹമാണ് വാപ്പാക്കുള്ളത്. യാക്കൂബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിന് മറ്റു മക്കളോടുള്ളതിനേക്കാൾ സ്നേഹം യൂസുഫ് എന്ന പൊന്നുമോനോടാ. ആ സ്നേഹത്തിന്റെ പാരമ്യത കണ്ടപ്പോ തങ്ങളുടെ എല്ലാ നിലനിൽപ്പും നഷ്ടമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അസൂയയായി. അവിടെ നിന്ന് നേരെ യൂസുഫ് നബി അലൈഹിസ്സലാം കിടന്നത് എവിടെയാണ്? സഹോദരങ്ങളെ, വനാന്തരത്തിലെ പൊട്ട കിണറ്റിലല്ലേ? അവിടെ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വന്നത് എവിടെയാണ്? അടിമച്ചന്തയിലല്ലേ? അവിടെ നിന്നല്ലേ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത്? ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഓരോ കഥകളും കൊളുത്തിട്ട് അവസാനം ആരോരുമില്ലാത്ത ഏകാന്തമായ ആ മുറിക്കകത്ത് വെച്ച് സലീഹ എന്ന് പറയുന്ന തന്റെ യജമാനന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെയും മുഖത്തിന്റെ കാന്തിയെയും തലമുടിയുടെ അഴകിനെയും ശരീരത്തിന്റെ പ്രൗഢിയെയും പറ്റിയിട്ട് ഒരുപാട് സ്തുതി പാടിയ ശേഷം തന്റെ ഇംഗിതത്തിന് വേണ്ടി, തന്റെ ശരീരത്തിന്റെ ദാഹത്തിന് വേണ്ടി സലീഹ എന്ന സൗന്ദര്യവതിയായ മിസ്രിലെ തമ്പുരാട്ടി തന്റെ പ്രിയപ്പെട്ട ദത്തുപുത്രനായ യൂസുഫ് എന്ന് പറയുന്ന സഹോദരനെ ക്ഷണിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണ് പറഞ്ഞത്, ഹായ് തലക്ക് കടന്നു വരൂ, ഒന്നടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ആരോരും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താണ്? ഖാല മഅദല്ലാഹ്, എന്റെ പടച്ചവനോട് ഞാൻ കാവൽ തേടുകയാ. അല്ലാഹുവേ, ആരുമോരുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാനും ഇവളുമല്ലാതെ മറ്റാരുമില്ലല്ലോ. ഇവിടെയാണ് നിന്റെ സഹായം എനിക്ക് വേണ്ടത് തമ്പുരാനെ. മഅദല്ലാഹ്, നിന്നോട് ഞാനിതാ കാവൽ തേടുകയാ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പൊറുക്കലിനെ ചോദിച്ച പടച്ചവനോട് കാവൽ തേടിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഇന്നഹു റബ്ബി അഹ്സന മത്വാ. ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, എന്റെ യജമാനനായ അസീസ് രാജനുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അയാള് അഹ്സന മത്വായ്, എനിക്ക് കിടക്കാനുള്ള ഏറ്റവും നല്ല സങ്കേതം ഒരുക്കി തന്നവനാ. ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വാസസ്ഥലം എനിക്ക് തന്നവനാണ്. അതുകൊണ്ട് ആ നന്ദികേട് ഞാൻ കാണിച്ചുകൂടാ, ഒരിക്കലും നന്ദി കെട്ടവനാകാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ മാടി വിളിച്ച സലീഹ എന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് പടച്ചവൻ അഭയം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിതാണ്, ഇന്നഹു റബ്ബി അഹ്സന മത്വാ. എനിക്ക് കിടക്കാനും എനിക്ക് സൗകര്യപ്പെടുത്തി തന്ന ഏറ്റവും നല്ല വീടുണ്ടാക്കി തന്ന യജമാനനോട് എങ്ങനെയാണ് ഞാൻ നന്ദികേട് കാണിക്കുക? സഹോദരങ്ങളെ, സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ സഹോദരങ്ങളുടെ അസൂയയാ, അവിടെ നിന്ന് കൊടുങ്കാട്ടിലെ പൊട്ടക്കിണറ്റിലായിരുന്നപ്പോൾ ഹിംസ്രജന്തുക്കളുടെ ഉപദ്രവമാ, അവിടെ നിന്ന് അടിമച്ചന്തയിലായിരുന്നപ്പോൾ കച്ചവടക്കാരുടെ ഉപദ്രവമാ, അവിടെ നിന്ന് നേരെ അല്ലാഹു തആല തീരുമാനിച്ച് കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോ ആ കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് എങ്ങനെയാണ് എന്റെ യജമാനന്റെ ഭാര്യയോട് എനിക്കിത് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് എന്റെ യജമാനനോട് നന്ദി കാണിച്ചുകൊണ്ട് ഇതാ ഞാൻ നിന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ് ഉഹുദറി ഓടാൻ ശ്രമിക്കുമ്പോ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് യൂസുഫിലൂടെ പരിചയപ്പെടുത്തുകയാ, അല്ലാഹു നമുക്ക് തന്ന ഭവനം എന്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണെന്നറിയോ? വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കൊച്ചു വീടല്ല തന്നില്ലേ? ചിലർക്ക് ഓടിട്ട വീടാകാം, ചിലർക്ക് കോൺക്രീറ്റ് സൗധമാകാം, ചിലർക്ക് മണിമേടകളാകാം, ഏതോ ആകട്ടെ പടച്ചതമ്പുരാന് നമുക്ക് തന്ന ഭവനം ചെറുതല്ല. ആ ഭവനത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് അഹ്സന മത്വാ, എന്റെ ഭവനം ഏറ്റവും നല്ല മെച്ചമുള്ളതാക്കി അല്ലാഹു തന്നുവെന്ന സ്വന്തമായ വീടില്ലാത്തവരോട് ചോദിച്ചു നോക്ക്
നോക്കണം ഒരു വീടില്ലാത്തതിന്റെ വേദന എന്താന്ന്. സഹോദരങ്ങളെ, ആരും ഇറക്കി വിടാത്ത, ഏത് രാത്രിയിലും കയറി വരാൻ കഴിയുന്ന, ഒന്നും മലർന്നു കിടന്നിട്ട് സന്തോഷത്തോടെ തന്റെ ദുഃഖങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന, ആരോരും ഇല്ലാത്തവർക്ക് അല്ലാഹു തആല നൽകുന്ന സ്വന്തമായ ഭവനമുണ്ടല്ലോ. ആ ഭവനം ഇല്ലാത്തതിന്റെ വേദന ഇല്ലാത്തവരോട് ചോദിച്ചു നോക്കണം, അപ്പോഴേ അറിയോ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തന്ന ഭവനം നമുക്ക് അഹ്സന മത്വാ, നല്ല കിടക്കയാണ്, നല്ല വാസസ്ഥലമാണ് പടച്ചവൻ തന്നിട്ടുള്ളത്. ഇതും അല്ലാഹു തന്നത് മെച്ചപ്പെട്ട ഭവനമെന്നല്ല, അഹ്സന മത്വാ, ഏറ്റവും മെച്ചപ്പെട്ട ഭവനമാണ് അല്ലാഹു തന്നതെങ്കിൽ 100 പ്രതിസന്ധികളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിച്ചില്ലേ. എവിടെയെല്ലാം തളർന്ന് വീഴാൻ പോയി അല്ലാഹു തളർത്തിയില്ലല്ലോ. എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ ചാടിക്കടന്നു വന്നു. അതേ സൂറത്ത് യൂസുഫിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി. അല്ലാഹുവിന്റെ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാ, അല്ലാഹുവേ, അത്ഭുതകരമായി എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥ, നീ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. വഖദ് അഹ്സന ബി, എന്നോട് കാണിച്ച ഏറ്റവും മെച്ചപ്പെട്ട ഔദാര്യം ഏതെന്നറിയോ? ഇത് അഖ്റജനി മിനസ് സിജ്നി, എന്നെ ജയിലിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്നല്ല തമ്പുരാനെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലായിരുന്നു പ്രതിസന്ധിയെങ്കിൽ എന്നെ കേൾക്കുന്ന എത്രയോ സഹോദരങ്ങൾക്ക് കടബാധ്യതയാണ് ജയിലായി മാറിയത്. എത്രയോ സഹോദരങ്ങൾക്കാണ് ഭാര്യയുടെ രോഗം ജയില് പോലെ, മക്കളുടെ രോഗം ജയില് പോലെ, നമ്മുടെ പ്രയാസങ്ങൾ ജയില് പോലെ, നമ്മുടെ പ്രതിസന്ധികൾ ജയില് പോലെ. സഹോദരങ്ങളെ, ഒരർത്ഥത്തിലല്ലെങ്കിലും മറ്റൊരർത്ഥത്തിൽ നമ്മൾ തടവറയ്ക്കുള്ളിലാ. കടം ഇട്ട് മൂടാനുള്ള കടമുള്ളവരെ കടമെന്ന് പറയുന്ന തടവറയ്ക്കുള്ളിലാ, രോഗമെന്ന തടവറയ്ക്കുള്ളിലാ. എത്ര രോഗങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു നമ്മളെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയല്ലോ. ഒരാഴ്ച മുമ്പും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, 6 വയസ്സുള്ള പൊന്നുമോൾക്ക് രോഗം വന്നിട്ട്, മജ്ജ മാറ്റി വെക്കുന്ന രോഗം വന്നിട്ട്, ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് മജ്ജ മാറ്റി വെക്കുകയാണ്. 30 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിസുന്ദരിയായ കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട സഹോദരി, കല്യാണം കഴിച്ചയക്കപ്പെട്ട പൊന്നുമോള. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് തലയ്ക്കകത്ത് ട്യൂമർ വന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രിയപ്പെട്ട പിതാവ് 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയാ, ആ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ആ പൊന്നുമോൾക്ക് അല്ലാഹു കൊടുത്ത രോഗം എന്തെന്നറിയോ? 20 ലക്ഷം രൂപ ചെലവ് വരുന്ന സർജറിയാണ് ബാംഗ്ലൂർ ഹോസ്പിറ്റലിലും നടക്കുന്നത്. സുന്ദരിയായ പൊന്നുമോൾക്ക് അല്ലാഹു ആ തലയ്ക്കകത്ത് നിറച്ച് ട്യൂമർ കൊടുക്കുമ്പോൾ അല്ലാഹു നമ്മൾക്കൊരു രോഗവും തന്നില്ലല്ലോ. പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയത് വെറും ഒരു രക്ഷപ്പെടുത്തലല്ല. യൂസുഫ് നബിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി. യൂസുഫ് നബിക്ക് ജയിലെന്ന പ്രതിസന്ധിയായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും കടബാധ്യത എന്ന പ്രതിസന്ധിയാണ്, ജയിലാണ്, രോഗമെന്ന ജയിലാണ്. അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയല്ലേ. ഏതെങ്കിലും ഒരു അസുഖം പിടിപെട്ടു പോയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുന്നില്ലാതെ, ചികിത്സിക്കാൻ രീതിയില്ലാതെ, ശൈലിയില്ലാതെ അതിനുള്ള സാമർത്ഥ്യം ഇവിടത്തെ ബിഷക്കന്മാർക്ക് കൊടുക്കാതെ പടച്ചവനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണം താങ്ങാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്ത് രോഗം വന്നാലും ലോകത്ത് ആശുപത്രികളുണ്ട്. പറയുന്നു 10 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ഡൽഹിയിൽ മാത്രമേ അതിന്റെ ചികിത്സയുള്ളൂ. 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. ബാംഗ്ലൂരിൽ മാത്രമേ ചികിത്സയുള്ളൂ. 100 പേരിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. എറണാകുളത്ത് മാത്രമേ ചികിത്സയുള്ളൂ. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പറയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മൾ ചിന്തിക്കുന്നത്, പടച്ചോനെ, ആ 10 ലക്ഷം പേരിൽ ഒരാൾ ഞാനായല്ലോ, ആ 100-ൽ ഒരാൾ ഞാനായല്ലോ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവേ, 100-ൽ ഒരാൾക്ക് വരുന്ന രോഗം എനിക്ക് തന്നിട്ട് ഒരാശുപത്രി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന അല്ലാ, ചികിത്സിക്കാൻ വസ്തു
വിത്തെങ്കിലും ചികിത്സിക്കാനുള്ള സ്വത്ത് തമ്മ പടച്ചവര്. ഒന്നിനും കഴിയാത്തവരാണെങ്കിൽ ചാരിറ്റി പ്രവർത്തകര് വന്നിട്ട് ലൈവിടുകയാണ്. ഈ കുടുംബത്തെ കൈയൊടിയരുതേ എന്ന് പറയുമ്പോ നൂറുകണക്കിന് കൈ നീണ്ടു വരികയാ, ആയിരക്കണക്കിന് സഹായകസ്തം നീണ്ടു വരികയാ. ദിവസം 1, 2, 3 കഴിയുമ്പോൾ 40 ലക്ഷം 50 ലക്ഷം പിരിയുകയാ. കേരളത്തിലെ പാവപ്പെട്ട റഹീം എന്ന സഹോദരന് സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുമ്പോൾ ആ സഹോദരന് സൗദി ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിന് വേണ്ടി 8 കോടിക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞപ്പോ എത്ര ആഴ്ചകൾ കൊണ്ടാ കോടാനകോടി രൂപ കേരളത്തിൽ നിന്ന് നമ്മൾ പിരിച്ചെടുത്തത്. അള്ളാഹു നമുക്കിതിനുള്ള തൗഫീക്ക് തന്നത് എന്തിന്റെ പേരിലാണ്? വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അഹ്സനായ അവന്റെ സഹായമാണെന്ന് പരിശുദ്ധ ഖുർആൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ ഇടാതെ അള്ളാഹ് സംരക്ഷിച്ചല്ലോ, പിന്നെയോ ജയിലിലിട്ട് ചെറിയ കാര്യത്തിനല്ലല്ലോ, ലോകം മുഴുവനും പാടി നടന്നില്ല ആ കാലഘട്ടത്തിൽ. അവസാനം അവസരം കിട്ടി, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു, എന്നാൽ യൂസുഫിനെ വിളിച്ചു കൊണ്ടുപോവാ, വെറുതെ വിടാം. അവസരമല്ല, അഭിമാനമാണ് വേണ്ടത്, അവസരമല്ല. യൂസുഫ് നബി പറഞ്ഞു, എനിക്ക് കിട്ടിയ അവസരമാണ്, എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ അഭിമാനമാണ്, നിരപരാധിത്വം തെളിയണം. ഞാൻ വരാം നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക്, ജയിലിൽ നിന്ന് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വരാം. പിടിച്ചിട്ട രാജാവ് ചോദിക്കുക, വായോ, നിന്നെ വെറുതെ വിട്ടേക്കാം. അപ്പൊ തടവ് പുള്ളിയായ യൂസുഫ് നബി ചോദിക്കുകയാണ്, എനിക്ക് ഓടി അങ്ങ് അവസരം കിട്ടിയപ്പോ വന്ന് രക്ഷപ്പെടാനല്ല ഞാൻ ഇവിടെ കിടക്കുന്നത്, എന്റെ നിരപരാധിത്വം തെളിയണം. അതുകൊണ്ട് ഈ പെണ്ണിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വിളിപ്പിച്ചു ലോകത്തിന്റെ മുന്നിൽ. എന്നിട്ട് ചോദിച്ചു, എന്താ? മണി തത്ത പറയും പോലെ സലീഹ പറഞ്ഞു, യൂസുഫ് നബി നിരപരാധിയാണ്, ഞാനാണ് അപരാധി എന്ന്. അവസാനം ജയിൽ മോചിതനായ യൂസുഫ് നബി അല്ലാഹു തആല കൊണ്ടുവന്നു. എന്തേ? ഇതൊക്കെ അള്ളാഹ്ക്ക് നേരത്തെ അറിഞ്ഞൂടെ? അള്ളാഹ്ക്ക് നേരത്തെ അറിഞ്ഞൂടെ? പ്രതിസന്ധികൾ കൊടുത്തിട്ട് രക്ഷപ്പെടുത്തുന്നതിന്റെ പേരാണ് അഹ്സൻ. അപ്പോഴേ അതിന്റെ മൂല്യം മനസ്സിലാവും, അതിന്റെ വില. രോഗത്തിന്റെ സുഖം അറിയുന്ന എപ്പോഴാ? ആരോഗ്യത്തിന്റെ സുഖം. ഇപ്പൊ നമുക്ക് ആരോഗ്യത്തിന്റെ സുഖം ഒന്നും അറിയില്ല. ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇത് അറിയുന്ന എപ്പോഴാന്നറിയോ? എപ്പോഴാ? അള്ളാഹ് ഒരു രോഗം തന്നു, കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയാസപ്പെട്ട്, അവസാനം ചികിത്സിച്ചിട്ട് രോഗം ഭേദമായി. ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറിയപ്പോ അൽഹംദുലില്ലാഹ്, ടോയ്ലറ്റിൽ വാഷ്റൂമിൽ കയറി ബാത്റൂമിൽ പോയി മലവിസർജനം മൂത്രവിസർജനം നടത്തി പുറത്തിറങ്ങുന്നവൻ എന്ത് പറയണമെന്നാണ്? ഉഫ്രാനക അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. എന്റെ വയറിനകത്തുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഇപ്പം മാറിക്കിട്ടി, അള്ളാഹുവെ മാറ്റി തന്ന നിനക്ക് സർവസ്തുതി. ഇത് അവന്റെ വയറ്റിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ അള്ളാഹു താല അകത്ത് കയറ്റി. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറക്കിയപ്പോൾ അവൻ പറയുന്നു അൽഹംദുലില്ലാഹ്. എന്തിനാണ് ഇത്? ആദ്യമേ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ് പറയുന്നില്ലല്ലോ. എനിക്കിപ്പോ വാഷ്റൂമിൽ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി ടെൻഡൻസി ഉണ്ടായി, ഞാൻ കേറിയാൽ ഇറങ്ങുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഫാനി എന്ന് പറയാം. ഉഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി പറയും. അപ്പൊ ഇത് പറയിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് വയറിനകത്ത് ആ ടെൻഡൻസി തരുന്നു. യൂസുഫ് നബിക്ക് സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലായിട്ടില്ല, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ജയിലിലാക്കി. എന്നിട്ട് പുറത്തേക്ക് ഇറക്കി, സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലായി. എന്നിട്ട് അധികാരം കയ്യിൽ കൊടുത്തു. ഇനി നിരപരാധികൾ ആരും ജയിലിൽ കിടക്കാൻ പാടില്ല. യൂസുഫ് നബിക്ക് ബോധം വരാൻ വേണ്ടി, ബോധം ഇല്ലെന്നല്ല, അല്ലാഹു തആല അവന്റെ ഹിക്മത്താണ്. നമുക്ക് അല്ലാഹു തആല ജീവിതത്തിന്റെയും പണത്തിന്റെ വില അല്ലാഹു നമുക്കറിയാൻ വേണ്ടി എന്ത് ചെയ്യും? കടം തരും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും. കടം അങ്ങോട്ട് തന്നാൽ പണത്തിന്റെ വില എന്താന്ന് മനസ്സിലാവും. അവസാനം കടം മാറ്റിത്തരും. അപ്പോഴേ നമ്മൾ പണത്തിന്റെ വില മനസ്സിലാക്കും. പിന്നെ നമ്മൾ നന്നാവും. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്തവൻ അല്ലാഹു തആല പെട്ടെന്നൊരു രോഗം കൊടുക്കും. ആരോഗ്യമുള്ളപ്പം ആരോഗ്യത്തിന്റെ വില അറിയില്ല. ഒരു രോഗം പിടിപെട്ട് ആ രോഗത്തിൽ അവൻ അനുഭവിച്ചു ചീട്ട് വാങ്ങി. അവസാനം അല്ലാഹു തആല അവന് രോഗശമനം നൽകി ആദരിച്ചു. അപ്പോഴാണ് അവൻ ആരോഗ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞത്, അപ്പോഴാണ് സുഖം എന്തെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു തആല
നമുക്ക് തന്ന ശാരീരിക ഘടന അഹ്സനാണ്, താമസിക്കാൻ തന്ന വീട് അഹ്സനാണ്. അള്ളാഹു നമുക്ക് എന്തെല്ലാം രോഗങ്ങൾ, കടങ്ങൾ, പ്രതിസന്ധികൾ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതും അഹ്സനാണ്. ഇനി കേട്ടോ, നമുക്ക് ഇങ്ങോട്ട് തരുന്നത് മാത്രം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാലേ ശരിയാവൂല. അങ്ങോട്ട് കൊടുക്കാനുള്ള ചർച്ച ചെയ്യാം. ഇങ്ങോട്ട് തന്ന എല്ലാം അഹ്സനാണ്. ഞാൻ 3 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 മതിയാവും. എല്ലാം അതിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. ഇനി നമ്മളെ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അള്ളാഹു എന്തിനാ ഈ ലോകത്തേക്ക് നമ്മളെ അയച്ചത്? കൊട്ടക്കണക്കിന് ഇബാദത്ത് ചെയ്യാനാണോ? ചില ആളുകൾ എപ്പോഴും സുജൂദിലായിരിക്കും. വേണ്ട, അങ്ങനെ ചെയ്യാൻ അല്ല പറഞ്ഞിട്ടില്ല. എന്നും നോമ്പ് പിടിക്കണോ? അല്ല പറഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങാതെ ഉണർന്നിരുന്ന് ഇബാദത്ത് എടുക്കണോ? വേണ്ട, അത് ചെയ്യരുത്. ഇന്നലി ഐനിക്കലൈക ഹഖ, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൊട്ടുകാട്ടത്തെ മുസ്തഫ കാര്യമല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന മുഴുവൻ അഹ്സനിനെയും മുൻനിർത്തി നമ്മൾ തിരിച്ച് റബ്ബിന് അഹ്സൻ കൊടുക്കണം. ഒരുപാടൊന്നും കൊടുക്കണ്ട, ഇത്തിരി മതി, അത് നന്നായാ മതി. ഒത്തിരിയൊന്നും വേണ്ട. ആരാ പടച്ചവൻ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുൽക്ക് വെറുതെ പോലെ എല്ലാ ദിവസവും ഓതേണ്ട സൂറയാണല്ലോ. ആ സൂറത്തുൽ മുൽക്കിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. രാജാധികാരം ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ, അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാ. അധികാരം പടച്ചവന്റെ കയ്യിലാ. അധികാരത്തിന്റെ ദണ്ട് പടച്ചോന്റെ കയ്യിലാ. അള്ളാഹുവാണ് ഏറ്റവും അനുഗ്രഹീതന്. അവന്റെ കയ്യിലാണ് ലോകത്തിന്റെ അധികാരമുള്ളത്. എന്നിട്ട് അള്ളാനെ പരിചയപ്പെടുത്തുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത്. ആദ്യം ജീവിതവും പിന്നെ മരണമല്ലേ? അല്ല, ആദ്യം മരണം പിന്നെ ജീവിതമാണ്. മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുകയാണ്, തീരുകയല്ല. ഇവിടത്തെ ജീവിതം അള്ളാന്റെ മുന്നിൽ ഒന്നുമല്ല. അവിടത്തെ ജീവിതമാണ് പടച്ചവന്റെ മുന്നിൽ വിലപ്പെട്ടത്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത് ആദ്യം മരണത്തെ പിന്നെ ജീവിതത്തെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അവന്റെ മരണവും ജീവിതവും വെച്ചത് പടച്ചവനാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്തിനാ ജീവിതവും മരണവും വെച്ചതെന്നറിയോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് ചെയ്തതെന്നറിയാനാ. ഏറ്റവും കൂടുതൽ ചെയ്തെന്ന് ആരെന്നറിയാൻ വേണ്ടിയിട്ടല്ല. ചിന്തിക്കണേ, അല്ലാഹു പറഞ്ഞ വാക്കേതാ? ലിയബ്ലുവകും അയ്യുകും അക്സറു അമലാ. അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങളിൽ ആരാണ് അക്സർ, ഏറ്റവും കൂടുതൽ ചെയ്തത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടെന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെ പടച്ചോൻ പറഞ്ഞത് എന്താണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചമായത് ചെയ്തതെന്നറിയാനാ. കാരണം അല്ലാഹു തന്നതെല്ലാം അഹ്സനാണ്. നിന്റെ സൗന്ദര്യം അഹ്സനാണ്, നിന്റെ വീട് അഹ്സനാണ്. എല്ലാ പ്രതിസന്ധികളിലും നീറുന്ന 100 പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് അള്ളാന്റെ അഹ്സനായ ഖുദ്റത്ത് കൊണ്ട്, നിയമത്താണ്. അതുകൊണ്ട് തിരിച്ച് നീ കൊടുക്കേണ്ടത് അഹ്സനാണ്, അല്ലാതെ അക്സറല്ല. ഒരുപാട് നിസ്കരിക്കണം, ഒരുപാട് നോമ്പ് പിടിക്കണം, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നല്ല. മറിച്ചോ ചെയ്യുന്നത് കുറച്ചേ ഉള്ളെങ്കിൽ പോലും അള്ളാന്റെ ഖുർആൻ പറയുന്നു, അഹ്സനു അമലാ. നിങ്ങൾ ഏറ്റവും നല്ലത് ചെയ്തതാരാണെന്നറിയാനാ. ശാഫിഈ റളിയല്ലാഹു അൻഹു 125 വർഷം ജീവിച്ചിരുന്നില്ല. ഇമാമുന ശാഫിഈ തങ്ങളെ ജീവിച്ചിരുന്നത് 54 വർഷമാണ്. ചോദിക്കട്ടെ എന്ന് കേൾക്കുന്ന 60 വയസ്സുകാരില്ലേ, 70 വയസ്സുകാരില്ലേ, പോട്ടെ 55 വയസ്സുകാരില്ലേ? ഈ 55 വയസ്സിനിടയിലും നിങ്ങൾ എന്താ ഈ സമുദായത്തിന് ചെയ്തത്? എന്താ ഈ സമൂഹത്തിന് നിങ്ങൾ ചെയ്തത്? എന്താ ഈ വിശുദ്ധ ദീനിന് നിങ്ങൾ കൊടുത്തത്? എന്താ കൊടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇത്രയും നാൾ ജീവിച്ചിട്ട് അള്ളാന്റെ ദീനിന് എന്ത് കൊടുത്തു? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 54-ാമത്തെ വയസ്സിൽ
വയസ്സിൽ മരണപ്പെടുമ്പോൾ ഈ ലോകത്തിന് സമ്മാനിച്ചതെന്താ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭാവനകൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ടല്ലേ ഇമാമുന ഷാഫി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇമാം അബൂ ഹനീഫ ഇമാം ലോകത്തോട് വിട പറയുമ്പോ അതുപോലെ ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല, മഹാനായ ഇമാമിങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്തിന്? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. എന്ത് ലോകത്തിന് ദീനിന് സമ്മാനിച്ചു? ചിന്തിക്ക്. ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് ഖാജാ മുഈനുദ്ദീൻ അൽ-ജിസ്തി എന്ന ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി തങ്ങള് അല്ലാഹു അദ്ദേഹത്തിന്റെ നാവിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് 90 ലക്ഷം ആളുകളെയാ. 1 കോടിയോളം വരുന്ന ആളുകൾ ഖാജാ തങ്ങളുടെ പ്രസംഗം കേട്ട് ഇസ്ലാമിലേക്ക് വന്നു. 90 ലക്ഷം വരുന്ന പ്രഭാഷകന്മാരുണ്ട്. ഒറ്റൊരുത്തനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? 90 ലക്ഷം സംഘാടകരുണ്ട്. ഒറ്റൊരുത്തനെ നിസ്കരിക്കുവോ? ചിന്തിച്ചു നോക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ മുന്നിൽ വന്ന് പ്രസംഗം കേൾക്കും. ഏതെങ്കിലും ഒരുത്തൻ അതനുസരിച്ച് അമല് ചെയ്യാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരൊറ്റ പ്രസംഗം കൊണ്ട് 90 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താന്റെ പ്രസംഗം കേട്ടിട്ട് അവരും മരണപ്പെട്ട് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞപ്പോ അവരുടെ സിഗ്നേച്ചർ നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ പറയും, ഞാൻ ഇരുന്ന 10 കൊല്ലം ദിഫായി മൗലിദ് നടത്തി മട്ടൻ ബിരിയാണി കൊടുത്തു. ഈ ചാപ്പാടിന്റെ കഥയല്ലാതെ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്ത് കൊടുത്തു? മട്ടൻ ബിരിയാണി കൊടുക്കുന്നതിന്റെ തലേ ദിവസം മട്ടത്തിലൊരു പ്രസംഗം കാഴ്ചവെച്ചു. അത് തന്നെ ഞാൻ ചെയ്തത്. വേറെന്താ നമുക്കുള്ളത്? ഇല്ല. ഒരുപാടൊന്നും കൊടുക്കേണ്ട സഹോദര. 5 കൊല്ലം ജീവിച്ചാൽ മതി പ്രായപൂർത്തിയായതിനു ശേഷം. 5 വർഷം വേണ്ട. 1 മണിക്കൂർ മതി. ഒറ്റ മണിക്കൂർ മതി. അള്ളാഹു നമുക്ക് ആകെ പ്രായപൂർത്തിയത്തിന് ശേഷം ആയുസ് 1 മണിക്കൂറാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കട്ടെ. ആ 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും നല്ല കാര്യം അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്നത് ചില്ലറ കാര്യമല്ല. കാരണം തന്നത് അഹ്സനാണ്, കിടക്ക അഹ്സനാണ്, പ്രതിസന്ധി എന്നുള്ള രക്ഷപ്പെടുത്തൽ അഹ്സനാണ്, എല്ലാം അള്ളാഹ് ഇങ്ങോട്ട് തന്നത് അഹ്സനാണ്. പിന്നെന്താ നമുക്ക് അങ്ങോട്ട് അഹ്സനായത് കൊടുത്താൽ കുഴപ്പം? ഒരുപാടൊന്നും ചെയ്യണ്ട, ഒത്തിരി ചെയ്യണ്ട, ഇത്തിരി മതി. ഒരു ഹദീസിൽ കാണാം, തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തോളം അമലുകളുമായിട്ട് പരലോകത്ത് വരുന്ന ഒരു ജനത. തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിലെ അമലുകളുമായിട്ട് പരലോകത്ത് വരുന്ന ഒരു ജനത. ആ ജനതയുടെ അമലുകൾ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാ, ചേമ്പിലയിൽ വീഴുന്ന മടത്തുള്ളി പോലെ തെറിച്ചു പോകുമെന്ന, അപ്പുപ്പം താടി പോലെ പറന്നു പോകുമെന്ന, ബലൂൺ പൊട്ടും പോലെ പൊട്ടിത്തെറിക്കുമെന്ന, ഒരു കുമിള പൊട്ടും പോലെ പൊളിച്ചു കളയുമെന്ന. അവന് അമലില്ലാത്തത് കൊണ്ടാണോ? അല്ല. അവന്റെ അമലുകൾ ഒരു സഞ്ചി നിറച്ചാണോ? അല്ല. ഒരു ടോറസ് നിറച്ചാണോ? അല്ല. അവന്റെ അമലുകളെ പറ്റി റസൂലുള്ള പറയുന്നത്, മഹാനായ തങ്ങള് നിബിതങ്ങള് പറയുന്നത്, തിഹാമാ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകൾ ഉണ്ടെന്നാ. ആ തിഹാമാ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് പരലോകത്ത് വരുന്നവന് അള്ളാഹു അവന്റെ ജീവിതം അഹ്സനാകാത്തത് കൊണ്ട്, അവന്റെ അമലുകൾ അഹ്സനാകാത്തത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് അവിടെ നിന്ന് പറയുകയാണ്, പരലോകത്ത് വരുമ്പോ അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ചിന്തയിൽ അവന് കഴിഞ്ഞുകൂടുമ്പോ ധൂമധൂളിയാക്കി അല്ലാഹു മാറ്റിക്കളയുമെന്ന. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്യണമെന്നല്ല, രാത്രി മുഴുവനും കിടഉറങ്ങാതെ സുജൂദിൽ കിടക്കണമെന്നല്ല. എവിടെയാ അങ്ങനെ പറഞ്ഞത്? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനെ പറ്റി ഖുർആൻ സൂറത്തു സജദയിൽ പറഞ്ഞത്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും
ഖൗഫൻ വതമആ. അല്ലാഹ് പറഞ്ഞത് രാത്രി എഴുന്നേൽക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്താണ്? തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, വിരിപ്പിൽ നിന്ന് കിടക്കയിൽ നിന്ന് അവന്റെ പാർശ്വത്തെ നീക്കുന്നവനെന്നാ. എന്ന് പറഞ്ഞാൽ ഉറങ്ങിയവനെന്നല്ലേ, എന്നിട്ട് എഴുന്നേക്കണമെന്നല്ലേ പറയുന്നത്. തഹജ്ജുദിന് പോലും ഷർത്ത് വെച്ചത് എന്താണ്? ഉറങ്ങിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേരാണ് തഹജ്ജുദ്. ഉറങ്ങാതെ രാത്രി മുഴുവനും ഇരിക്കുന്നവന് എന്ത് തഹജ്ജുദാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഉറങ്ങണം, ഉറങ്ങണം. ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി വളരെ കുറഞ്ഞുറങ്ങുന്നവനെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എന്തായി പറയുന്നത്? രാത്രി ഉറങ്ങേണ്ട സമയമാണ്. വജഅൽനാ നൗമകും സുബാതാ, ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബ. അതുകൊണ്ട് ഉറങ്ങണം, എന്നിട്ട് എഴുന്നേൽക്കണമെന്നല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് പാതിരാത്രി മുഴുവനും ഉറക്കമുളച്ചിട്ടിരുന്ന് ഇബാദത്തെടുത്തത് കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്നല്ല, മറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത് രാത്രിയിലെ കുറഞ്ഞ സമയം എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാലും മതി. ആ നമസ്കാരം അഹ്സനാകണം, അക്സറാകണ്ട. ഒരുപാടൊന്നും നീ ചെയ്തു കൂട്ടണ്ട. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് നാൾ നിലനിൽക്കൂല. വഴലൊക്കെ കേട്ട് നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ പള്ളിയോട് ബന്ധപ്പെട്ട് തന്നെ ജീവിതം, എപ്പോഴും ഇബാദത്ത്. ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് ഞാൻ മുടക്കൂല, 12 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും. ആദ്യത്തെ 2 ദിവസം 3ന്റെ അന്ന് 8 ആവും, 4ന്റെ അന്ന് 6 ആവും, 5ന്റെ അന്ന് 4 ആവും, 6ന്റെ അന്ന് 2 ആവും. പിന്നെ സുബഹി ഉണ്ടാവൂല. വേണ്ട, എന്തിനാ ഈ പൊല്ലാപ്പ്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുബഹിക്ക് എന്തായാലും എഴുന്നേക്കുമല്ലോ. അതുകൊണ്ട് രാത്രിയുടെ 3-ാം യാമത്തിൽ സഹറിന്റെ സമയത്ത് സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നതിന് ഒരു 15-20 മിനിറ്റ് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്ക്, മതി. അല്ലാതെ ഇൻഷാ അല്ലാഹ് രാത്രി 1:30 മണി മുതൽ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഉറങ്ങാതെ അള്ളാന്റെ വലിയാകാൻ പോവാണ്, ആ വലിയാവുക എന്നുള്ള ആഗ്രഹം മാത്രം ബാക്കിയുണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. കഴിയുന്നത് നമ്മൾ ചെയ്യാവൂ, ചെയ്യുന്നത് അഹ്സനാകണം, നന്നായിട്ട് അങ്ങോട്ട് ചെയ്യണം. ഇതിനു വേണ്ടിയായി ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചത്. തന്നത് മുഴുവനും അഹ്സനാണെങ്കിൽ തിരിച്ചങ്ങോട്ട് അഹ്സൻ കൊടുക്കണം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, പടച്ചവനോട് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇഷ്ടം പോലെ ഖുർആനകത്തുണ്ട്, അത് നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്. പക്ഷേ ഇന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവാണ്. നിസ്കാരത്തിന് നിസ്കാരമുണ്ട്, നോമ്പിന് നോമ്പുണ്ട്, ഹജ്ജ് ഉംറയൊക്കെ ഉണ്ട്. കൊല്ലം ഹജ്ജിന് പോവാണ്. അള്ളാഹു താല ഭാര്യയില്ലേ, അള്ളാഹു ആ മണ്ണിലെത്തി നന്നായിട്ട് ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആരക്കണം. ഇൻഷാ അല്ലാഹ് വലിയൊരു ഭാഗ്യമാണ് ഹജ്ജിന് പോവുക എന്നുള്ളത്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എവിടെയാ വീഴ്ചയെന്നറിയോ? മഖ്ലൂക്കുകളുമായി ബന്ധപ്പെട്ടതിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് കൊടുക്കുന്ന അഹ്സൻ ഒരെണ്ണം പറഞ്ഞിട്ട് ബാക്കി പടപ്പുകളുടെ ഇടയിലുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് സൂറത്തു സുമറിൽ അല്ലാഹു പറയുകയാണ്, വത്തബിഊ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബൽ അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പടച്ച തമ്പുരാനെ പറയുകയാണ്, സഹോദരങ്ങളെ, പടച്ചവന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വത്തബിഊ, നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങൾ അനുധാവനം ചെയ്യണം, നിങ്ങൾ പിൻപറ്റണം. എന്തിനെയാ? അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഏറ്റവും നല്ല വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് ഏറ്റവും നല്ലതെന്നാണ്, അഹ്സനെന്നാണ് ഖുർആനിനെ പറ്റി പറഞ്ഞത്. ആ അഹ്സനായ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് നിങ്ങൾ പിൻപറ്റിയിട്ട് നിങ്ങൾ ഖുർആൻ എന്ത് പറയുന്നു അതാകണം നിങ്ങളുടെ ജീവിതം, അതാകണം നിങ്ങളുടെ ജീവിത ശൈലി. അല്ലാതെ ഖുർആനിന് വിരുദ്ധമായതാകാൻ പാടില്ല. അല്ലാഹു പറയുകയാണ്, മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കൊരു വിപത്ത് വന്നെത്തിച്ചേരുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് മരണമെന്ന വിപത്ത് വെച്ചിരിക്കുകയാ. അത് നിങ്ങൾ അറിയാതെ നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഖുർആൻ അഹ്സനാണ്. ആ അഹ്സനായ ഖുർആനിനെ
ഖുർആനെ ഫോളോ ചെയ്ത് ജീവിക്കലാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്തത് എന്താ ഉള്ളത്? ചോദിക്കട്ടെ, ഈ നാട്ടിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സന്താനങ്ങളില്ലേ? അള്ളാന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ ഒരു മരുന്ന് പറഞ്ഞല്ലോ. നിരീശ്വരവാദികൾ പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ, അവരെ പറഞ്ഞ് തിരുത്താൻ ആർക്കും കഴിയില്ല. ആര് പ്രസംഗിച്ചാലും നിരീശ്വരവാദികൾക്ക് തിരിയുകയുമില്ല. പലരും ചോദിച്ചു, ഉസ്താദേ, ഇപ്പറയും കേരളത്തിൽ പ്രഭാഷകന്മാരുണ്ടല്ലോ, എന്തേ ഈ പറയപ്പെട്ട നിരീശ്വരവാദികളിൽപ്പെട്ട വൃത്തികെട്ട ജന്മങ്ങളെ ഒന്ന് നന്നാക്കാത്തത്? അത് നമ്മുടെ കുറ്റമല്ല. അല്ല പറഞ്ഞ വാക്കാണ്. അവര് ബധിരരാണ്, അവര് മൂകരാണ്, അവരന്ധരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, ഖതമല്ലാഹു അലാ ഖൽബി, അവന്റെ ഹൃദയത്തിൽ അല്ല സീല് വെച്ചിരിക്കുകയാണ്. പടച്ചോൻ വെച്ച സീല് പൊട്ടിക്കാൻ ലോകത്തേത് മുസ്ലിയാർക്കാ കഴിയുക? ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്ധനായി പോയാൽ അവന്റെ കണ്ണ് തുറപ്പിക്കാൻ ഏത് പ്രഭാഷകനാണ് കഴിയുക? ഏതെങ്കിലും ഒരുത്തൻ ബധിരനായി പോയാൽ അവന്റെ ബധിരത മാറ്റാൻ ലോകത്ത് ഏത് സൃഷ്ടിക്കാണ് കഴിയുക? നിരീശ്വരവാദികളോട് പറയാനുള്ളത്, നിങ്ങൾ സുമ്മാണ്, ബുക്കുമാണ്, ഉമ്യാണ്, അസമ്മാണ്, അഅ്മയാണ്, അബുഖമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഊമകളാ, നിങ്ങൾക്ക് കാണാൻ പറ്റൂല അന്ധരാ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല ബധിരരാ. എല്ലാത്തിനും അല്ല സീല് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നവന് പറഞ്ഞോട്ടെ. അല്ലാഹു നമുക്ക് സന്താനങ്ങളെ തന്നില്ലെങ്കിൽ ഖുർആനിനകത്ത് മരുന്നുണ്ടല്ലോ. ഏതാ മരുന്ന്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് യൂട്രസിന്റെ സംവിധാനം പോലുമില്ല, അവള് മലടിയാണ്, മച്ചിയാണ്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവള്. പക്ഷേ ആ പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ കഥ ഇതാണെങ്കിൽ സക്കരിയ നബിയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു, വഹനൽ അളവു മിന്നി, എന്റെ എല്ലുകളൊക്കെ നുരുമ്പി പോയിരിക്കുകയാ. അറ്റ്ലീസ്റ്റ് മക്കൾ ഉണ്ടാകാനൊന്നും നിവർന്നു നിൽക്കണമല്ലോ, അതിനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. എന്റെ തലമുടി ഇതാ നരച്ച് കുരച്ചിരിക്കുകയാണ്. ഞാൻ വലിയ പ്രായം ചെന്നവനാണ്. പക്ഷേ പടച്ചവനെ, നിന്നോട് ദുആ ചെയ്ത് ഞാൻ ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല അല്ലാ. എന്റെ ഭാര്യ പ്രസവിക്കൂല, ശരിയാ. എനിക്കാണെങ്കിലോ പ്രായം വന്ന് എല്ലാം ദുരുമ്പിച്ചു പോയി. പക്ഷേ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഇന്നേ വരെ പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സന്താനത്തെ നീ തരുമോ തമ്പുരാനെ എന്ന് ചോദിച്ചപ്പോ ആകാശലോകങ്ങൾക്ക് അപ്പുറത്തിനും അല്ലാന്റെ മറുപടി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാ, ഇതാ ഒരു മോനെ ഞാൻ നിങ്ങൾക്ക് തരാം സക്കരിയ നബിയേ, ഇസ്മുഹു യഹ്യാ. അല്ലാഹു പേരിട്ടുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട മോനെ ഭൂമിയിലേക്ക് ഇറക്കിയത്. അതുവരെയുള്ള ഒരൊറ്റ നബിമാരും ഒരൊറ്റ മക്കളെയും അല്ലാഹു പേരിട്ടിട്ട് ഇറക്കിയില്ല. കാരണം എന്തുകൊണ്ടാണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന. ആരാ മുഹമ്മദ് എന്ന് പേരിട്ടത്? അബ്ദുൽ മുത്തലിബ. എന്താ പേരിടാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, ആ കുട്ടിയെ എല്ലാവരും പുകഴ്ത്തണമെന്ന ആഗ്രഹമാണ്. ഇന്ന് നെതർലാൻഡിന്റെ അടച്ചിട്ട കണ്ണാടിച്ചിലിനകത്തിരുന്ന് സെബാസ്റ്റ്യൻ പുന്നക്കലെന്നവൻ, അവനും പറയുന്നത് മുഹമ്മദ് വ്യഭിചാരി എന്ന്. ആ വ്യഭിചാരി എന്ന വൃത്തികെട്ട നാവിലൂടെ വരുമ്പോ അതിന് മുമ്പ് അവനെ കൊണ്ടല്ല പറയിപ്പിച്ചു മുഹമ്മദ്. ഏത് നിരീശ്വരവാദിയെയും അല്ലാഹു നബിതങ്ങളെ പറ്റി മൗലിദ് പറയാതെ പടച്ച തമ്പുരാൻ വിമർശിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് വൃത്തികെട്ടവനെന്ന് പറഞ്ഞാൽ ആദ്യം മുഹമ്മദ് എന്ന് പറയിപ്പിച്ചത് സ്തുതിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. നബിതങ്ങളെ സ്തുതിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിട്ടേ നബിയെ തീവ്രവാദി എന്ന് പറയാൻ പടിഞ്ഞാറൻ ശക്തികൾക്ക് കഴിയുള്ളൂ. സഹോദരാ, ചിന്തിച്ചു നോക്ക്. ഈ മുഹമ്മദ് എന്ന് പേരിട്ടത് അബ്ദുൽ മുത്തലിബാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സക്കരിയ നബിയുടെ പൊന്നുമോൾ യഹ്യ എന്ന മകനെ പേരിട്ട് കൊടുത്തത് അള്ളയാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ. ആ യഹ്യ നബിക്ക് അല്ലാഹു സക്കരിയ നബിക്ക് യഹ്യ എന്ന പോനെ കിട്ടി. അതിനുള്ള കാരണം എന്തെന്നറിയോ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥന? റബ്ബി ലാ തദർനി ഫർദ വഅന്ത ഖൈറുൽ വാരിസീൻ. നീ എന്നെ ഒറ്റയ്ക്കാക്കി കളയരുത്, നീയാണ് അനന്തരാവകാശികളെ കൊടുക്കുന്നവൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ദുആ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടില്ല, എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോ കാലാവസ്ഥയും അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ പ്രതികൂലമായിട്ടും അല്ലാഹു തആല ഒരു മോനെ കൊടുത്തു.
മോനെ കൊടുത്തു. കാരണം എന്താ? മക്കളില്ലാത്തവർ ഈ ദുആ ഓതിയാൽ മതി എന്നാണ്. മക്കളില്ലാത്തവർ ഈ ദുആ ഓതിയാൽ മതി. അതൊരു പരീക്ഷണാർത്ഥം ഓതിയാൽ ലോകം അവസാനിച്ചാലും നിനക്ക് മക്കളുണ്ടാവൂല. യക്കീൻ വേണം. ഏതൊരു കാര്യത്തിലും ഈമാനൻ വഹ്തിസാബ, പ്രതീക്ഷയും വേണം, വിശ്വാസവും വേണം. എന്നാ പിന്നെ നോക്കാമല്ലോ എന്നും പറഞ്ഞ് ചെയ്താൽ കിട്ടില്ല. കല്യാണം നടക്കുന്നില്ലേ? ഖുർആനകത്ത് മരുന്നുണ്ട്. കല്യാണം മക്കൾക്ക് നടക്കുന്നില്ലേ? എന്തിനാണ്? എവിടേക്കാ ഓടുന്നത്? എവിടേക്കാ ഓടുന്നത്? ഇപ്പോ തങ്ങന്മാരും, ഞാൻ തങ്ങന്മാരെ കുറ്റം പറയുന്നതല്ല, യഥാർത്ഥ സയ്യിദീങ്ങൾ, സാദാത്യങ്ങൾ. നാളെ ഒരു സയ്യിദിന്റെ ദുആയാണ്. അള്ളാഹു സാദാത്യങ്ങൾ, മഹാന്മാരായ അഹ്ലു ബൈത്തിന് അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവര് നൂഹ് നബിയുടെ കപ്പല് പോലെ എന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കയറിയവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ മുങ്ങി. പ്രതിസന്ധികൾ വരുമ്പോ അഹ്ലു ബൈത്ത് നമുക്ക് വലിയൊരു തണലാണ്. പക്ഷേ തങ്ങന്മാരല്ലാത്ത വ്യാജ തങ്ങന്മാരുള്ള കാലമാണ്. ഓൺലൈൻ ബിസിനസ്, ആത്മീയ കച്ചവടങ്ങൾ നടക്കുന്ന കാലമാണ്. കോയമ്പത്തൂരിൽ നിന്നുകൊണ്ട് ഉസ്താദ് ഇവിടെ വേനാമ്പള്ളിയിലുള്ള താത്തായിട്ട് പറയും, ഊതിക്കോ മുമ്പിലിരിക്കുന്ന ചരുവത്തില്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാൻ, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം വിളിക്കണ്ട. ഞാൻ പറയാനുള്ള പറയും. കോയമ്പത്തൂരിരിക്കുന്ന ഉസ്താദ് പറയുന്നു, മേനാമ്പള്ളി ഇരിക്കുന്ന താത്താട്ട ഊതടി ചരുവത്തില്, ഊതി അവിടെ നിന്നുകൊണ്ട് ഊതിപ്പിക്കാൻ. മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിരുന്ന, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലിയിരുന്ന അവരെല്ലാം ഓൺലൈനിന്റെ മുമ്പിലാണ്. ഉസ്താദിന് യൂട്യൂബ് വഴി ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. പാവം താത്ത ഇതൊന്നും അറിയുന്നുമില്ല. ഇപ്പൊ ആത്മീയ കച്ചവടം ഉയർന്നു പല തലങ്ങളിലേക്ക് എത്തി. പെണ്ണുങ്ങൾ പരസ്പരം കുശുക്കുന്നുണ്ടാവും. മൊയ്ലിയാർക്ക് അസൂയാണ് എന്ന്, അസൂയാണെന്ന് വെച്ചോളീൻ. അൽഹംദുലില്ലാ, അത് ഞാൻ സ്വീകരിക്കുന്നു. അസൂയാണെന്ന് വെച്ചോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗുരുതരമാണ്. അള്ളാഹുവിന്റെ ഖുർആനില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മക്കളിൽ കല്യാണം നടക്കുന്നില്ല. മദിയൻ ജലാശയത്തിന്റെ താഴ്ഭാഗത്ത് വന്ന് വൃക്ഷത്തിന്റെ തണലിൽ, ആ മരച്ചുവട്ടിൽ തണലുപറ്റിയിരിക്കുന്ന ഒരു നല്ല ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ്, ആരോരുമില്ലാത്ത, പരിചയക്കാരില്ലാത്ത മറുനാട്ടിൽ ചെന്ന് വിദേശിയായിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുന്നില് കിട്ടിയ അവസരം. 2 പെണ്ണുങ്ങൾ. ആ 2 പെണ്ണുങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളം കോരാനും ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കാനും വന്നതാ. എന്തേ നിങ്ങൾ അങ്ങോട്ട് പോയി ജലാശയത്തിലേക്ക് പോകാത്തത്? അവിടെ ആണുങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ? പോയി മുട്ടി ഉരുമി നിൽക്കാൻ ഞങ്ങളെ വാപ്പ പഠിപ്പിച്ചിട്ടില്ല. അച്ചടക്കമുള്ള വാപ്പാര മക്കളാ, പെൺമക്കളാ. എന്നാ ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറഞ്ഞിട്ട് കുടവും വാങ്ങിപ്പോയി വെള്ളം കോരിക്കൊണ്ടുവന്ന പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു. യാതൊരു പ്രത്യുപകാരവും ആഗ്രഹിച്ചില്ല, ഒന്നും കൊതിച്ചില്ല. ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് ചെന്നു. പനനാരിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ സമക്ഷത്തിലേക്ക് ചെന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങൾ ഇന്ന് നേരത്തെ വന്നത് ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു. മക്കളെ, നിങ്ങൾ നല്ല വാപ്പാന്റെ മക്കളല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നോ? ഇല്ല. അന്യപുരുഷനല്ലേ വാപ്പ, എന്തെങ്കിലും നമുക്ക് അയാൾക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ വിളിച്ചോണ്ട് വാ, എന്തെങ്കിലും ഒരു ഹദിയ നമുക്ക് കൊടുക്കാം. ഓടി വന്നു. ബാപ്പ വിളിക്കുന്നു. വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റു. ആരുമില്ലല്ലോ സഹായിക്കാൻ. കിട്ടിയൊരവസരം. ആ പെണ്ണിന്റെ പിന്നാലെ നടന്നപ്പോ പെണ്ണിന്റെ പൃഷ്ഠഭാഗം തന്റെ ദൃഷ്ടിയിൽ പതിയുന്നു. നമ്മളാണെങ്കിൽ നടക്കട്ടെ, ദൂരം കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണെ, ഇത് ശരിയല്ല. നിന്റെ പിന്നിൽ എന്റെ ദൃഷ്ടി പതിയുന്നുണ്ട്, അതുകൊണ്ട് നീ പുറകില് വാ. അപ്പൊ പെണ്ണ് ചോദിച്ചു, നിങ്ങൾക്ക് വഴിയറിയോ? ഇല്ല. പിന്നെങ്ങനെ നിങ്ങൾ മുമ്പേ പോകും? ഞാൻ വഴി തെറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കല്ലെടുത്ത് തന്നെ എറിഞ്ഞാൽ മതി. അവൻ മനസ്സിലാവും വഴി തെറ്റിയും. ഞാൻ തിരിഞ്ഞു നടന്നോളാം. വീട്ടിലെത്തി. വാപ്പയുടെ മുമ്പിൽ ചെന്ന് പരനാര് കട്ടിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ ചെന്ന് കഥകളെല്ലാം പറഞ്ഞു. ഞാൻ ഒരാളെ കൊന്നിട്ട് വരുന്ന വഴിയാണ്. ഞാൻ ഒരാളെ അബദ്ധത്തിൽ കൊന്നുപോയി.
അങ്ങനെ ഓടി ഒളിച്ചു വരികയാണ്. ഞാൻ നിനക്ക് കൂലി തരട്ടെ. കഥകൾ കേട്ടപ്പോ നിനക്ക് കൂലി തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്. എന്റെ 2 പെൺമക്കള് ഇതിൽ ഇഷ്ടപ്പെട്ട മകളെ നീ കല്യാണം കഴിച്ചോ. അങ്ങനെ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കണം. അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്ന എന്റെ മകൾ നിനക്കുള്ള കൂലിയാണ്. പക്ഷെ നീ അവളെ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയാണ്. അപ്പൊ അവക്ക് മഹർ നീ കൊടുക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഉടുതുണി അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, 10 കൊല്ലം എന്റെ തോട്ടം നനയ്ക്ക്, അത് എന്റെ മഹർ. നമ്മൾ അവിടെ പോയി അളന്നു വാങ്ങി, അത് നമ്മൾ പോകൂല, ആ മാമമാരെയാ വിടുന്നത് പെണ്ണെട്ടാൻ പോകുമ്പോ അളക്കാൻ. ഇത് 8 വർഷം 10 വർഷം അവിടെ നിന്ന് കൂലിയെടുത്ത് തോട്ടം നനച്ചിട്ട് മഹർ കൊടുത്തിട്ട് തന്റെ ഭാര്യയുമായിട്ട് തിരിച്ചു വരുന്നു. ആരാ? പനനാര് കട്ടിലിൽ കിടന്ന വന്ധ്യവയോധികനായ പിതാവ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ആരാ? വൃക്ഷത്തണലിൽ ഇരുന്ന് അവസാനം ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ജീവിതത്തിന് ശിലകിട്ട ആ യുവാവ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബിയുടെ കഥയാണിത്. ആ മൂസാ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം നല്ലൊരു പെണ്ണിനെ, നല്ല വാപ്പാന്റെ മോളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. എന്താ കാര്യം എന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് നന്നായിട്ട് ഓതിക്കോളി, നല്ല വാപ്പാന്റെ മോളെ കിട്ടും. നിങ്ങളൊന്നും ഓതണ്ട, പ്രായം ഇനി ഓതിയ ഉമ്മ ഓട്ടിക്കും. ഏതാ? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്ത് തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസാ പ്രവാചകന് ആ വൃക്ഷത്തിന്റെ തണലിരിക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായി പിന്നീട് വന്ന ആ മകളാരത്തിനും തന്റെ വാപ്പയുടെ ആവശ്യപ്രകാരം കൂലി കൊടുക്കാൻ വേണ്ടി വന്ന് വിളിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു സഖിയായി, തുണയായി അള്ളാഹു തന്റെ പ്രിയപ്പെട്ടവളെ തന്നിലേക്ക് കൊടുക്കാൻ വേണ്ടി മൂസാ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മുജറബായ ദുആയാണ്. പടച്ചോനെ, ഞാൻ ഇപ്പോ ആവശ്യക്കാരാണ് ഒരു വധുവിലേക്ക്. പെണ്ണ് മനസ്സിലാക്കണം, അല്ലാഹുവേ, ഞാനൊരു വരനിലേക്ക്, ഒരു ഭർത്താവിലേക്ക് ഞാൻ ആവശ്യക്കാരിയാണ് എന്ന് നന്നായിട്ട് ആ ദുആ അങ്ങോട്ട് ചെയ്താൽ അള്ളാഹു നല്ല വാപ്പാന്റെ മോനെ കൊടുക്കും, നല്ല വാപ്പാടെ മോളെ കൊടുക്കും. എന്താ ഖുർആനിലില്ലാത്തത്? അതുകൊണ്ട് ഖുർആനെ ഫോളോ ചെയ്യും. എല്ലാത്തിലും ഖുർആൻ. എന്താ പടച്ചവന്റെ തീരുമാനം? ഖുർആൻ. ഏത് വിഷയത്തിലാ ഖുർആന്റെ സ്വാധീനമില്ലാത്തത്, ഇടപെടലില്ലാത്തത്? ഖുർആനിൽ എന്തെങ്കിലും മാറ്റിവെക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നൈരന്തര്യം, നമ്മുടെ ഇടപെടലുകളിൽ ഖുർആനിന്റെ നിലപാടും ഖുർആനിന്റെ കൃത്യമായ സമീപനവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ പിൻപറ്റുക. ഖുർആനെ പറ്റി അല്ലാഹ് പറഞ്ഞു, അഹ്സന, ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ പറ്റി പറഞ്ഞത് അഹ്സന മാ ഉൻസില ഇലൈക, ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്ന ഏറ്റവും നല്ല വേദഗ്രന്ഥത്തെ നിങ്ങൾ ഫോളോ ചെയ്യും. ഏതൊരു വിഷയം വരുമ്പോഴും അത് അവിടെയാണ് ഉലമാക്കളുടെ ഒരു ഇടപെടൽ, ആലിമീങ്ങളുടെ ഇടപെടൽ അവിടെയാണ്. നമ്മൾ പള്ളിയിൽ പോകുമ്പോ ഒരു വിഷയത്തിൽ എന്താണ് അതിര് തർക്കം വന്നു. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യനോട് വിശ്വസിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആരോടെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ വിളിച്ചിട്ട് ചതിക്കപ്പെടാതിരിക്കാൻ, കുഴിയിൽ വീണു പോകാതിരിക്കാൻ നമ്മൾ പറയാൻ, എടാ ഇന്ന ആളെ നീ ഒന്ന് സൂക്ഷിക്കണം, നീ ഉദ്ദേശിക്കുന്ന ആളല്ല അയാൾ, നിന്നിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് എന്ന് നമ്മൾ പറഞ്ഞു നോക്ക്. 2 ദിവസത്തിന് ഈ വിവരം അവനോട് പറയും. നമ്മൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഉടുത്തിരിക്കുന്ന തുണി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഈ കാലഘട്ടത്തിൽ പലരും പറയാറുണ്ട്. ശരിയാണ്. എനിക്ക് ഏത് സ്ഥലത്ത് പ്രസംഗത്തിന് പോയാലും അവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ ഖബർ സിയാറത്ത് ചെയ്യും. എന്താണെന്നറിയോ? എനിക്ക് മരിച്ചവരോട് ഭയങ്കര സ്നേഹമാണ്. ചതിക്കൂല. ജീവിച്ചിരിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളൂല. ജീവിച്ചിരിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല. മരിച്ചവരെ നമുക്ക് എത്ര മണിക്കൂറിനോടൊപ്പം ഇരുന്ന് സലാം പറയാം, ദ്വാരക്കാം, വിശേഷം പറയാം, ഒക്കെ പറയാം, എല്ലാം കേൾക്കുമല്ലോ. ബദറിൽ നിന്ന്
വെട്ടി നുറുക്കിയ ശരീരം കൊണ്ടുവന്ന് പരിശുദ്ധമായ ബദറിന്റെ യുദ്ധം നടന്നതിന്റെ കുറച്ചിപ്പുറത്ത് പള്ളിയുടെ ഇന്ന് നിൽക്കുന്ന പള്ളിയുടെ പുറകിലെ കിണറിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു. അടുത്ത് വന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചല്ലോ, ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു അള്ളാഹുവിനെ പറ്റി, നിങ്ങൾ കേട്ടോ? അള്ളാന്റെ പരീക്ഷണം നിങ്ങൾക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു. മരിച്ചവര് കേൾക്കുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസമില്ലാത്ത കാലം, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളുടെ ജീവിത രേഖയായി മാറിയാൽ, മാർഗമായി മാറിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആനിലുള്ളത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ. എല്ലാം അള്ളാഹുവിന്റെ ഖുർആനിലെ ഉള്ളടക്കമാണല്ലോ. എല്ലാം ഉൾക്കൊണ്ടതല്ലേ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഫോളോ ചെയ്യുക. ഖുർആനിൽ എന്താണോ പറയുന്നത് അതനുസരിക്കുക. നമസ്കാരത്തിലും അങ്ങനെ തന്നെ, എല്ലാ ഇബാദത്തിലും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴല്ലേ, ഒരു യാത്ര കഴിഞ്ഞ് നിബിതങ്ങളോടൊപ്പം വരുമ്പോഴല്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ വരുന്ന സമയത്താണ് കുറച്ചുപേര് നമസ്കാരത്തിന് സമയമാകുമ്പോ വഴിയിൽ കുറച്ച് വെള്ളം കിട്ടി. അതിൽ ഒരു സഹാബി ഓടിച്ചെന്ന് ഒളുവെടുക്കുകയാണ്. കിട്ടിയ വെള്ളം കൊണ്ട് പെട്ടെന്ന് ഒളുവെടുത്തിട്ട് നിസ്കാരത്തിലേക്ക് വ്യാപൃതനാകാൻ ശ്രമിക്കുമ്പോ അള്ളാന്റെ ഹബീബ് വഴിയിൽ വെച്ചിട്ട് പറയുകയാണ്, പോയി ഒളുവെടുക്കുക. യാ റസൂലല്ലാഹ്, ഞാൻ ഒളുവെടുത്തു നബിയേ. ഇല്ല, നീ ഒളുവെടുത്തില്ല, പോയി ഒളുവെടുത്തിട്ട് വരിക. ആ സഹാബിയെ മടക്കി വിട്ടു. അദ്ദേഹം ഒളുവെടുത്തിട്ട് വീണ്ടും വന്നു. നബിതങ്ങൾ പറഞ്ഞു, ഒളുവെടുത്തില്ല, പോയി ഒളുവ് ചെയ്യുക. അങ്ങനെ 3 വട്ടം. എന്തേ റസൂല് മടക്കി വിട്ടത്? ഞാൻ ഒളുവെടുത്തതല്ലേ. എവിടെയോ ഏതോ ശരീരഭാഗം നനയാതിരുന്നിട്ടുണ്ട്. ആ സഹാബി ചിന്തിച്ചു. ആ സഹാബി നോക്കുമ്പോ കാലിന്റെ മടമ്പില് കുറച്ചു വെള്ളം ഒലിച്ചിട്ടില്ല. കാലിന്റെ മടമ്പങ്കാലില്, ആ കാലിന്റെ മടമ്പങ്കാലില് ഞെരിയാണിയുടെ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അത് കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കുണ്ട്, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ. മടമ്പങ്കാലുള്ളവർ കാണും നരകമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ കാലിന് മടമ്പങ്കാല് എന്ന് പറയുന്ന ആ ഞെരിയാണിയുടെ ഭാഗമുള്ളവരൊക്കെ നരകത്തിലാണെന്നല്ല. പിന്നെയോ അത് വേണ്ട വിധത്തിൽ കഴുകാത്തവര്, അവിടെ ചുക്കിച്ചുളുങ്ങിയ അവയവങ്ങളാണല്ലോ, തൊലിയാണല്ലോ. ആ ഭാഗം നന്നായിട്ട് തേച്ച് കഴുകാതെ വെള്ളമെത്താതെ ഒളുവെടുത്ത് നിസ്കരിക്കുന്നവന് നാശമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെങ്കില് സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും നിസ്കരിക്കലല്ല, എങ്ങനെയെങ്കിലും ഒളുവെടുക്കലല്ല. ഒളുവെടുക്കുമ്പോ ആഹ്സനായ രീതിയിൽ ഒളുവെടുക്കലാണ്. ഇനി നമസ്കാരമായാലും അങ്ങനെ തന്നെ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ വേഗത്തിൽ നിസ്കരിക്കുന്നത് കണ്ടു. ആ നിസ്കരിച്ച ആളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹുദൈഫ തങ്ങൾ ചോദിക്കുകയാണ്, എത്ര നാൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നു? അയാൾ പറഞ്ഞു, മുൻദു 40 ആമാ, 40 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. പള്ളിയിൽ നിസ്കാരത്തിന് വന്ന ഏതോ ഒരു സഹോദരന്റെ നിസ്കാരത്തിന്റെ പ്രവർത്തനം പിടിക്കാതെ വന്നപ്പോ, അതിന് നബിതങ്ങൾ പഠിപ്പിച്ചതിനോളം ആകാതെ വന്നപ്പോ പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനാണോ നിസ്കരിക്കുന്നത്? അപ്പോഴുള്ള മറുപടിയാണ്, ഞാൻ 40 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെ നിസ്കരിക്കുന്നത്. പോ മുസ്ലിയാരെ, 40 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിസ്കരിക്കുന്നത്. ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മാ സല്ലൈത മുൻദു 40 സന, 40 കൊല്ലം നിങ്ങൾക്ക് നിസ്കാരമില്ല, 40 കൊല്ലം നിങ്ങൾക്ക് നിസ്കാരമില്ല. ഇതുപോലെ നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ അള്ളാന്റെ ഹബീബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് നിങ്ങൾ മരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി വേണോ? ഈ നിസ്കാരം പറ്റൂല. കോഴി കൊത്തും പോലെ അടക്കം വേണ്ടേ, അനക്കം വേണ്ടേ? അങ്ങനെ നിസ്കാരമില്ലാതെ നിസ്കരിച്ചോ? നിസ്കരിച്ചു. പക്ഷെ ആ നിസ്കാരം അഹസനായില്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട. മൊണ്ടി പെണ്ണിനെ കൈയും കാലും ഒടിഞ്ഞ വിരൂപിയായ ഒരു പെണ്ണിനെ രാജാവിന് കാഴ്ചവെച്ചാൽ ഈ കൊണ്ടുപോകുന്നവനെ പിടിച്ച് ജയിലിലടയ്ക്കും, അല്ലേ? അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കുന്നത് മൊണ്ടി നിസ്കാരമാണ്. ഒരുമാതിരി വൈകല്യമുള്ള നിസ്കാരം പൂർത്തിയാക്കാതെ
അതുകൊണ്ട് ഒരുപാട് നിസ്കരിച്ചു എന്നും നിസ്കരിക്കാൻ ഒലു വരുന്ന വഴിയിൽ ഒലുവൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് നിസ്കാരം പെട്ടെന്ന് എനിക്ക് 10 റക്അത്ത് നിസ്കരിക്കണം, പെട്ടെന്ന് നിസ്കരിച്ചു. വേണ്ട, നീ മര്യാദയ്ക്ക് നന്നായിട്ട് ഒലുവെടുത്തിട്ട് ആകെ നീ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നതെല്ലാം അള്ളാഹു അഹ്സനാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നതും അഹ്സനാകണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ന്യൂനത വരരുത്, ഒളുവിന്റെ വിഷയത്തിൽ ന്യൂനത വരരുത്. ആ രീതിയിലാകണം നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടത്.